ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പകൽക്കാലം വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എഫേസ്യർക്ക് എന്ന ലേഖനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പല ദൈവഭക്തന്മാരും അതിനോട് ചേർന്ന് പല ആലോചനകൾ പറയാനായിട്ട്, വളരെ നല്ല ആലോചനകൾ പറയാനിടയായി തീർന്നു. ഇന്നലെയും നമ്മൾ ആത്മീയ യുദ്ധം, സ്പിരിച്വൽ വാർഫെയർ, അതിനെക്കുറിച്ച് ഉള്ള ചില സംഗതികൾ ദൈവദാസന്മാര് ഷെയർ ചെയ്തു. ഞാൻ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെയും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തു, ആ തലയായിരിക്കുന്ന ക്രിസ്തു പൂർണ്ണതയുള്ളതായിരിക്കുന്ന പോലെ അവന്റെ ശരീരമായ സഭയിലും ആ പൂർണ്ണത വസിക്കുന്നു. ആ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹമാണ് ആ പൂർണ്ണതയുടെ ലക്ഷണം എന്നുള്ളതും, ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകർന്നിരിക്കുന്നു, നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് പകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന് മഹിമാധനം ഇന്നതെന്നും നമ്മൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് അവിടെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അവസാനമുള്ള ഈ ആത്മീയ പോരാട്ടത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ആ വചനങ്ങളെയും കാണേണ്ടത്. കാരണം ആ കാഴ്ചപ്പാടിനാൽ നമ്മൾ നിറയപ്പെടുമ്പം പിതാവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, വിളിയെക്കുറിച്ചുള്ള ആശ, നമ്മളെ വിളിച്ച ദൈവത്തിന്റെ പർപ്പസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് മാത്രമല്ല, അതിലുപരിയായിട്ട് നമുക്ക് വേണ്ടി വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അങ്ങനെ ആ ശക്തിയെക്കുറിച്ചും നമ്മൾ അവിടെ പഠിച്ചു. തുടർന്ന് ക്രിസ്തുവിൽ നമ്മളെ ക്രിസ്തുവിൽ ഐക്യപ്പെടുത്തിയ ദൈവത്തിന്റെ വലിയ ദയയെ ഓർത്ത് ആ ദൈവത്തിന്റെ പദ്ധതി, നിത്യത മുതലുള്ള ദൈവത്തിന്റെ പദ്ധതി ക്രിസ്തുവിൽ അനാവരണം ചെയ്ത്, ക്രിസ്തുവിൽ നമ്മളെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത ആ ദയക്കായിട്ട്, അതുപോലെ തന്നെ ആ മറഞ്ഞു കിടന്ന മർമ്മം പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയും താൻ ജാതികളും ഭൂമിയുടെ അറ്റത്തോളവും തന്റെ രക്ഷയെ പ്രസിദ്ധമാക്കുകയും ജാതികൾ തന്റെ ആലയത്തിലേക്ക് വരികയും ചെയ്യുന്നതൊക്കെയും, ഞാൻ കരുണ ലഭിക്കാത്തവളെ കരുണ ലഭിച്ചവളെന്നും എന്റെ ജനമല്ലാത്തവരെ ജനമാണെന്നും വിളിക്കും എന്നൊക്കെയുള്ള ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് വായിക്കുന്നുണ്ടെങ്കിലും, ഈ സഭ എന്നുള്ള നിലയ്ക്കുള്ള ദൈവത്തിന്റെ കൃപയുടെ അഡ്മിനിസ്ട്രേഷൻ, ആ സഭ എന്ന നിലയ്ക്കുള്ള ദൈവത്തിന്റെ ആ പദ്ധതിയെ കുറിച്ച് ഒരു സ്ഥലത്തും വചനത്തിൽ പണ്ട് കാലത്ത് പറയപ്പെട്ടിരുന്നില്ല എന്ന് പൗലോസ് തന്നെ അത് എഫേസ്യർ എന്ന ലേഖനത്തിൽ വെളിവാക്കുന്നു. അപ്പോൾ ദൈവിക പദ്ധതി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള ദൈവിക പദ്ധതിയെ കുറിച്ചുള്ള ഇതുണ്ടെങ്കിൽ തന്നെ, സഭ എന്ന നിലയിലുള്ള മണവാട്ടിയായ സഭ, ക്രിസ്തു തലയും അവന്റെ ശരീരമായിരിക്കുന്ന സഭ, ക്രിസ്തു മണവാളനും മണവാട്ടിയായിരിക്കുന്ന സഭ എന്നുള്ള നിലയിലുള്ള ദൈവിക വെളിപ്പാട്, ആ ഒരു പുതിയ കൃപയുടെ ആ അഡ്മിനിസ്ട്രേഷൻ, ആ പുതിയൊരു കൃപയുടെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനുമായിട്ട് പൗലോസിന് ദൈവം വരം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള ദൈവത്തിന്റെ ആ ബഹുവിധമായ ജ്ഞാനം തന്റെ സഭയിലൂടെ അറിയായി വരുന്നു എന്നുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരത്തക്കവണ്ണം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണമെന്നും, ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണമെന്നും, അങ്ങനെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിറയപ്പെടണമെന്നും, അകത്ത മനുഷ്യൻ സംബന്ധിച്ച് ബലപ്പെടണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണാനിടയായിത്തീർന്നു. അതിന്റെയൊക്കെ പ്രായോഗിക വശങ്ങളാണ് 4-ാം അധ്യായം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ കണ്ടു, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അപ്പൊ അതിലൊരു ശ്രമമുണ്ട്, അതിലൊരു മനസ്സ് വെക്കേണ്ടതായിട്ടുണ്ട്, അതിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയല്ല പഠിച്ചത്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠിക്കല്, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനം അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അങ്ങനെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ച് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ബന്ധങ്ങളിൽ എല്ലാം ഒരു പുതുമ വരത്തക്കവണ്ണം, ആ ക്രിസ്തു ഹൃദയത്തിൽ വന്നത് നിമിത്തമുള്ള പുതുമ ഈ രംഗങ്ങളിലെല്ലാം വ്യാപരിക്കത്തക്കവണ്ണം, ആ സ്നേഹവും ഐക്യതയും വ്യാപരിക്കത്തക്കവണ്ണം കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപ നമ്മളിൽ പകരപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ വിശ്വാസത്തോടെ ആ കാലെടുത്ത് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഈ സ്നേഹിക്കാനും കരുതാനും ഒക്കെ കർത്താവ് നമുക്ക് ഓൾറെഡി ബലം പകർന്നിരിക്കുന്നത് കൊണ്ട്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടെ ഒരു ശരീരം പല അവയവങ്ങളായിട്ട് ചെതറിയിരിക്കുന്ന ഒരു നിലയിലല്ല, ഒരു യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ശരീരമായിട്ട് നമുക്ക് ഈ സ്പിരിച്വൽ വാർഫെയറിൽ ഏർപ്പെടാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. വളരെ ഘനമേറിയ ആലോചനകളൊക്കെ
ദൈവദാസന്മാര് പറഞ്ഞു. പ്രിയ മത്താനോ പാസ്റ്റർ അദ്ദേഹം വളരെ പല കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഒരു ഒബ്സർവേഷൻ അനുസരിച്ച് അദ്ദേഹം ഏതോ ഒരു ബൈബിൾ കോളേജിലെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അസസ്മെന്റ്. കാരണം വർഷങ്ങളായിട്ട് വചനം പഠിപ്പിച്ചിട്ടുള്ള തഴക്കവും പഴക്കവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ബിജോ ബ്രദർ ഷെയർ ചെയ്തു, മറ്റു പല ദൈവദാസന്മാരും ഇതിനോട് ചേർന്ന് പങ്കുവെച്ചു. അതിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ രണ്ട് കാര്യങ്ങൾ അവിടുന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. ഇവിടെ തന്നെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞേക്കാം. അപ്പം ഇന്നലെ മത്താനോ പാസ്റ്റർ പറഞ്ഞ ചിന്തയോട് വിയോജിച്ചുകൊണ്ട് ഞാൻ പറയുകയല്ല. അങ്ങനെ ഒരിക്കലും കരുതരുത്. ഞാൻ അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാനായിട്ടൊന്നും ആയിട്ടില്ല എന്ന് ഞാൻ ദൈവസ്ഥിതി ഓർപ്പിക്കുകയും അതേസമയം എൻ്റെ ഒരു അഭിപ്രായം മാത്രം അതിനുള്ള ബന്ധത്തിൽ ഞാൻ പറയുകയാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ സർവായുധവർഗം എന്ന് പറഞ്ഞേക്കുക. അപ്പം അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞ വാക്കുകളൊക്കെ അനർത്ഥമാണ്. സത്യത്തിൽ നടക്കുകയും ദൈവകൃപയിൽ നിൽക്കുകയും നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ വിജയകരമായിട്ട് നടക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് സ്പിരിച്വൽ വാർഫെയറിൽ ഏർപ്പെടാൻ കഴിയത്തില്ല എന്നൊരർത്ഥത്തിലാണോ അദ്ദേഹം പറഞ്ഞത്? എനിക്ക് തോന്നിയതായിരിക്കാം. അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം അത് കറക്റ്റ് ചെയ്യും, അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യും. അവിടെ ദൈവത്തിന്റെ സർവായുധവർഗം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് നമുക്കറിയാം. അതിന്റെ റെഫറൻസസ് യെശയ്യാ പ്രവചനത്തിൽ പല സ്ഥലങ്ങളിൽ ഈ ദൈവത്തിന്റെ സർവായുധവർഗവും അരയ്ക്ക് സത്യവും നീതി കവചവും എന്നൊക്കെ ഉള്ളത്. അതിന്റെ 11-ാം അധ്യായം 5-ാം വാക്യം, 59-ാം അധ്യായം അതിൽ ഒരു വാക്യം, 63-ാം അധ്യായത്തിൽ ഒരു വാക്യം. ഇതൊക്കെ നമ്മൾ ഈ സർവായുധവർഗത്തെ പറ്റി ദൈവത്തിന്റെ സർവായുധവർഗം എന്നുള്ള നിലയിൽ കാണുന്നുണ്ട്. അവിടെ പേര് സർവായുധവർഗം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഈ പറയപ്പെടുന്ന എഫേസ്യ ലേഖനത്തിൽ പറയപ്പെട്ടേക്കുന്ന പല കാര്യങ്ങളും എനിക്ക് തോന്നുന്ന പൗലോസിന് അത് ലഭിച്ചത് ഒരുപക്ഷെ ആ വചനഭാഗങ്ങളിൽ നിന്ന് ആയിരിക്കാം. എന്നാൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഭവനം വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചുകൊണ്ട് കാവൽ പടയാളികൾ കൂടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വരുന്ന ആൾക്കാരെ സ്വീകരിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ലഭിച്ചതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അതിനോട് ചേർന്ന് തന്നെ വേറൊരു ചിന്തയും കൂടെ ഉണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ വായിക്കുമ്പോൾ ഈ എഫെസോസ് എന്ന് പറയുന്നത് പൗലോസ് അവിടെ 3 വർഷം താമസിച്ചെന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ അവിടുന്ന് പിന്നെ പോകുന്നതായിട്ടും റോമിൽ പാർക്കുന്നതായിട്ടുമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഒരു സഭയുടെ ഒരു ചരിത്രവും പഠിതാക്കളും പറയുന്ന ഒരു അഭിപ്രായം, നമ്മൾ അറിയാത്ത ഒരു 4ാമത്തെ മിഷണറിയും കൂടെ പൗലോസ് നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ റോമിലെ കാരാഗൃഹത്തിൽ നിന്ന് അദ്ദേഹത്തെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ പോയത് എഫെസോസിലേക്കാണ്. അതുകൊണ്ട് തിമോഥെയോസിന്റെ ലേഖനത്തിലും പറഞ്ഞേക്കുന്നത് നീ എഫെസോസിൽ താമസിക്കണമെന്നും മുമ്പേ പറഞ്ഞതുപോലെ ചില കെട്ടുകഥകൾക്കും ഇതൊന്നും അതിന് ശ്രദ്ധ കൊടുക്കരുതെന്നും അവരെ ഉപദേശിക്കണമെന്നും എന്നൊക്കെ പറഞ്ഞ് പൗലോസ് തിമോഥെയോസിന് എഴുതുന്ന 2 ലേഖനങ്ങളിലും അവസാന ലേഖനങ്ങളിൽ എഫെസോസിനെ പറ്റിയുള്ള പരാമർശം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ ഇതിനെയൊക്കെ വെളിച്ചത്തിൽ ഏകദേശം അതിന് പാരലായിട്ടുള്ള ഒരു 4ാമത്തെ മിഷണറി ജേണിയും കൂടെ നടത്തിയിട്ടുണ്ടെന്ന് വേദപണ്ഡിതന്മാർ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബൈബിളിൽ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ പല ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല. എന്നാൽ എഫെസോസ് എന്ന് പറയുന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെന്ററായിട്ട് ലേറ്റർ ഓൺ തീർന്നു എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള പല സംഗതികളും വചനത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അത് എൻ്റെ ഒരു വായിച്ചുള്ള അറിവ് മാത്രമാ. അതിനേക്കാളും പഠിപ്പിച്ചും ഇതൊക്കെയുള്ള ദൈവദാസന്മാർ ഇവിടെ ഉള്ളത് കൊണ്ട് അവരുടെ ഒരു അവലോകനത്തിന് വേണ്ടി മാത്രം ഞാനത് വിടുക. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നില്ല. നോക്കിയാട്ടെ. അപ്പൊ ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് അവിടെ പറഞ്ഞേക്കുക. അപ്പൊ നമുക്കറിയാം ഓൾറെഡി നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ, നമ്മൾ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ദൈവീകമായിട്ടുള്ള ഒരു വശവും ദൈവത്തിനെതിരെ നിൽക്കുന്നതായിട്ടുള്ള ഒരു അന്ധകാരത്തിന്റെ ശക്തികളും തമ്മിലുള്ള ഒരു സ്ട്രഗിള് ഓൾറെഡി ഈ ലോകത്തുണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതേസമയം ദൈവത്തിന് എതിരെന്ന് പറയുമ്പോൾ നമ്മൾ ദാവീദിന്റെ കേസിൽ വായിക്കുന്നുണ്ട്, യഹോവയുടെ ശത്രുക്കൾ എന്നെ കുറിച്ച് അപവാദം പറയാൻ ഇടയായി തീർന്നത് കൊണ്ടെന്ന് ദാവീദിനോട് ആ കുഞ്ഞു മരിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു മനുഷ്യരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പുറകിൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തെ കുറ്റം പറയാനുള്ള അല്ലെങ്കിൽ ആ പൈശാചികമായിട്ടുള്ള ഒരു നിലയിലുള്ള സംഗതികളുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനെപ്പറ്റി ഒന്നും തീർത്തു പറയാനായിട്ട് ഞാൻ പോകുന്നില്ല. അതേസമയം തന്നെ
ഒരു ചിന്ത വളരെ പ്രസക്തമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ലിമിറ്റിംഗ് ഗോഡ് ആൻഡ് ഹൂ ഈസ് ലിമിറ്റിംഗ് ഗോഡ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നത് ദൈവം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ രക്ഷയോടുള്ള ബന്ധത്തിൽ സാധാരണഗതിയിൽ അപ്പച്ചന്മാര് പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ക്രൂശിങ്കൽ വെച്ച് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു എന്ന് പറയും. കാരണം നീതിമാനായ ദൈവത്തിന് പാപികളെ ശിക്ഷിക്കാതെ വിടാനായിട്ട് കഴിയത്തില്ല. സ്നേഹവാനായ ദൈവത്തിന് നമ്മളെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും കഴിയത്തില്ല. അങ്ങനെ ആ രക്ഷിതാവായ ദൈവം അല്ലെങ്കിൽ നീതിമാനായ ന്യായാധിപതിയായ ദൈവം തന്നെ, അവൻ തന്നെ അല്ലെങ്കിൽ തന്റെ പുത്രൻ തന്നെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമുക്കായി മരിച്ചു. അങ്ങനെ ക്രൂശിൽ വെച്ച് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്, ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നത് എന്താ? ദൈവത്തെ ലിമിറ്റ് ചെയ്യാനായിട്ട് പിശാചിന് വന്നിട്ട് ദൈവമേ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയാണെന്ന് പറയാനുള്ള അവകാശമോ അധികാരമോ അതിനുള്ള കപ്പാസിറ്റിയോ അവനില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും ദൈവത്തിന്റെ പ്രവൃത്തികളെ വിവേചിക്കാനോ അതിന്റെ ലിമിറ്റ് കണ്ടെത്താനോ, അതിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവത്തിന്റെ ബലഹീനത മനുഷ്യന്റെ ബലത്തെക്കാളും ബലമേറിയതും ദൈവത്തിന്റെ അബദ്ധം അല്ലെങ്കിൽ ദൈവത്തിന്റെ ബുദ്ധിഹീനത എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയെക്കാളും ബുദ്ധിയുള്ളതുമാണ് എന്ന് നമ്മൾ വായിക്കുമ്പം ദൈവത്തിന്റെ ബലഹീനതയോ ദൈവത്തിന്റെ ലിമിറ്റ് അല്ലെങ്കിൽ ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്ന നിലയിൽ നമുക്ക് ആ നിലയിൽ ആകാനേ കഴിയത്തില്ല. അതേസമയം വചനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം, യെശയ്യാ പ്രവചനം, ഈ ഭാഗങ്ങളൊക്കെ അതിലേക്ക് ഞാൻ ഒത്തിരി നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയല്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം എടുത്ത് വായിച്ചാൽ ചില കാര്യങ്ങൾ അവിടെ മനസ്സിലാകും. കാരണം ദൈവത്തിന് തന്റെ ഗുണഗണങ്ങളെല്ലാം നിവർത്തിക്കണം. സ്നേഹം വിട്ട് കളഞ്ഞിട്ട് നീതിയെ നിവർത്തിക്കാൻ പറ്റത്തില്ല, നീതിയെ വിട്ടിട്ട് സ്നേഹത്തെ നിവർത്തിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന്റെ ഗുണഗണങ്ങളെല്ലാം നിവർത്തിക്കപ്പെടണം. പല ആൾക്കാരും നമ്മൾ വ്യാഖ്യാനിച്ച് വരുമ്പം പറ്റുന്ന ചില അബദ്ധങ്ങൾ നമ്മൾ കാണാറുണ്ട്. കാരണം ദൈവത്തിന്റെ സോവർണിറ്റിയെ അങ്ങ് ഏറ്റവും ഉന്നത ഇതിൽ കൊണ്ടുപോകാൻ നോക്കും. ഈ സോവർണിറ്റിയെ ഏറ്റവും ഔന്നത്യത്തിൽ കൊണ്ടുപോകാൻ നോക്കുമ്പം അവര് ചെയ്യുന്ന ഒരു പണി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തെ ചതിയനും ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ആർക്കൊക്കെ ഏതൊക്കെ നിലയിൽ തെറ്റിദ്ധരിക്കാം ആ നിലയിലൊക്കെ ദൈവത്തെ തെറ്റിദ്ധരിപ്പിച്ച് സോവറീനാണെന്നുള്ളത് സ്ഥാപിക്കാൻ പോകുന്ന ചില കാഴ്ചകളൊക്കെ നമ്മുടെ ഈ ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വളരെ അപഹാസ്യമായ നിലയിൽ. കാരണം സോവർണിറ്റി മാത്രം സ്ഥാപിക്കുക, ദൈവം സ്നേഹവാനല്ല, നീതിമാനല്ല, ഈ നിലയിലൊക്കെ കാര്യങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അതിനത് പറയാൻ ആഗ്രഹിക്കും, ഈ അത്യുന്നതനായ ലിമിറ്റ് ഇല്ലാത്ത അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ വസിക്കുന്നവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ എന്ന ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ദൈവത്തെക്കുറിച്ച് വായിക്കുന്ന ഈ മഹത്വവാനായ ഈ ദൈവം, അവന്റെ നേരെ നിന്ന് അവനെ കുറ്റം വിധിക്കാൻ ഈ ലോകത്ത് ആരുമില്ല, ഇനി ഉണ്ടാകത്തുമില്ല. എന്നാൽ ദൈവത്തിന്റെ സന്നിധി നമ്മൾ കാണുന്നത് അവന്റെ നീതിക്ക് മുന്നിൽ തന്നെ ദൈവം തന്നെയാ ദൈവത്തിന്റെ അളവ് പോലും. വേറൊരാളല്ല ദൈവത്തെ അളക്കാനും ദൈവത്തെ അസസ് ചെയ്യാനും ദൈവത്തെ വിവേചിക്കാനും വരുന്നത്. അപ്പൊ ഇതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പലപ്പോഴും പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ദൈവത്തിനുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഈ പറയുന്ന നിലയിൽ ദൈവത്തിന്റെ നീതിക്ക് മുന്നിൽ തന്നെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ എല്ലാ ക്വാളിറ്റീസും കൂടെ ഒരുപോലെ എന്ത് ചെയ്യപ്പെടണം. അതിലേക്ക് ബുദ്ധി കൊണ്ട് നമുക്ക് പോകുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് വചനത്തിൽ പല സ്ഥലത്തും എഴുതിയേക്കാണ്, ഇപ്പൊ പിശാചിനോട് പോലും ദൈവത്തിന് നീതിയോടല്ലാതെ ഇടപെടാനായിട്ട് കഴിയത്തില്ല. അന്ന് നമ്മൾ ചിന്തിക്കുമ്പം ദൈവത്തിന്റെ ആ ഗുണഗണങ്ങൾ എത്രമാത്രം മഹത്വമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ഇത് ദൈവത്തിന്റെ സർവായുധ വർഗമാണ്. യെശയ്യാ 11 വായിക്കുന്ന അരയ്ക്ക് സത്യം, അതുപോലെ 63 59 നമ്മൾ കാണുമ്പോൾ രക്ഷ ശിരസ്ത്രം, ഈ കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിൽ കാണുന്നു. ഈ കോണ്ടെക്സ്റ്റിലല്ല. നേരത്തെ പറഞ്ഞ പോലെ റോമൻ പടയാളിയെ കണ്ടപ്പോൾ അവന്റെ തൊപ്പിയും അവന്റെ വാളും അവന്റെ ഇതൊക്കെ കണ്ടപ്പോൾ അതിനൊരു ഒരു ഉപമ പോലെ പൗലോസ് ഇത് പറഞ്ഞതാണ് എന്ന് നമുക്ക് ഇന്നലെ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞല്ലോ. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ തോന്നിയതായിരിക്കും. അതേസമയം ദൈവവചനത്തിൽ അതിന് ചില മുൻകൂട്ടി ചില റെഫറൻസസ് ഉണ്ട്. കൃത്യമായിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നതല്ല. നമ്മൾ ഒരുപക്ഷെ ഫിലോസഫിക്കലായിട്ട് ചിന്തിച്ചൊക്കെ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാനത് അതങ്ങനെ വിടുന്നത്. അതേസമയം തന്നെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഇത് ദൈവത്തിന്റെ സർവായുധ വർഗമാണ്. അല്ല നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും മെച്ചം കൊണ്ടോ ഉണ്ടാകുന്ന ഒരു ആട്രിബ്യൂട്ട് അല്ല, മറിച്ച് ദൈവത്തിന്റെ സർവായുധ വർഗം എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ദൈവം തന്നെ നമുക്ക് നൽകുന്നതാണ് എന്ന് വിശ്വസിക്കാനായിട്ട് ഞാൻ
ഒന്ന് താല്പര്യപ്പെടുക. രണ്ട്, ഈ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞേക്കുന്ന വാക്ക് നമ്മൾ വായിക്കുമ്പം, അത് പഠിച്ചു ചെല്ലുമ്പോൾ നമ്മൾ എടുക്കുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ ശക്തി നമ്മളെ ധരിപ്പിക്കുന്നതാണ്. ക്രിസ്തുവിൽ നമ്മളായിത്തീരുകയും അവന്റെ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുമ്പം ഈ ശക്തിയുടെ ഫലമായിട്ട് നമ്മളെ ദൈവം ധരിപ്പിക്കുന്നതും നമുക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള കൃപയാൽ ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം അവിടെ എന്നിട്ട് എഴുതിയേക്കുക, സർവായുധ വർഗത്തെ പറ്റി പല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാത്തിനെയും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുകയില്ല. അതിനുള്ള തെളിവുകൾ വചനത്തിലില്ല. നമുക്ക് ചില കാര്യങ്ങൾ ഗസ് ചെയ്യാനും അഭിപ്രായം പറയാനും മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അത് എന്താ ഏതാന്നുള്ളത് ചിലതിൽ വിവരിച്ചിട്ടുണ്ട്, ചിലതിൽ വിവരിച്ചിട്ടില്ല. എന്നാൽ ഈ സർവായുധ വർഗങ്ങളെ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് വാഴ്ചകൾ ഞാൻ പറഞ്ഞ് ഈ പിശാചിന് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, പല ട്രെയിനിങ് സെന്റർ ഉണ്ടെന്നൊക്കെയാ ഒരു ദൈവദാസൻ അതിനെപ്പറ്റി പ്രസംഗിച്ച് കേട്ടേക്കുന്നത്. ഓരോരോ രീതിയിലുള്ള ചില കാര്യങ്ങൾ പ്രയോഗിക്കുക. അതായത് വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അത് നമ്മളെ ഒത്തിരി പ്രതിപാദിച്ച് ഒരു പിശാചിനെ കുറിച്ച് ഉള്ള വലിയൊരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് ദൈവവചനത്തിലും അത് ചില ദൈവഭക്തന്മാർ പ്രസംഗിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഇത് വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. എന്നിട്ട് പറയുക, നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപി ഉയർച്ച നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും. എന്നിട്ട് പറയുക, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് എന്ന് പരക്കെ പറയുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ എന്നല്ല പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവകൃപയാൽ നമുക്ക് ലഭിച്ച ഒരു റൈച്ചസ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് എന്ന് പറയുന്നവരുണ്ട്. ഇത് രണ്ട് ഇന്റർപ്രിട്ടേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടും ആ പറയുന്ന നിലയിൽ തന്നെ നല്ല കാര്യങ്ങൾ തന്നെയാ. അതേസമയം കർത്താവിന്റെ സർവായുധവർഗം വായിക്കുമ്പോൾ അരയ്ക്ക് സത്യം കെട്ടിയും എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാവിൽ വായിക്കുമ്പോൾ അരയ്ക്ക് സത്യം കെട്ടിയും എന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിന്റെ ഒരു നേച്ചറായി ഈ സത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്റെ നീതി എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം. നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ആത്മാവിൽ നമ്മൾ ഈ ദൈവീക ഗുണങ്ങളെ ആ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാ ഈ സ്നേഹം എന്താണെന്നോ അല്ലെങ്കിൽ നീതി എന്താണെന്നോ നമ്മളെ പഠിപ്പിക്കേണ്ടാത്ത വിധം ആത്മാവിൽ ഈ ഗുണങ്ങൾ ഇതിന്റെ ഒരു ഛായ നമ്മളിൽ പകരപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വരൂപം നമ്മളിൽ പകരപ്പെട്ടിട്ടുണ്ട് എന്നൊരർത്ഥത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കിയാട്ടെ, അപ്പം ഈ സത്യം എന്നുള്ളത് തൽക്കാലം പിന്നെയും ഒരു കാര്യം, വചനം എന്ന വാള് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പിന്നെ ഈ പറഞ്ഞത് സത്യമാകാൻ വഴിയില്ല, അല്ല വചനമാകാൻ വഴിയില്ല എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതേസമയം തന്നെ ഒരു സ്ട്രോങ് ഡോക്ട്രിൻ എന്നുള്ള നിലയ്ക്കുള്ള ഇതുമുണ്ട്. കാരണം വചനം എന്ന് മാത്രമല്ല, വചനത്തിലെ ഡോക്ട്രിൻ എന്നുള്ളൊരു നിലയിലുള്ള അഭിപ്രായവും ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം എന്ന് പലരും പറയുമ്പോഴും ഈ വചനം വെച്ച് തെറ്റിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ക്രിസ്തീയ ജീവിതത്തിൽ പലയിടത്തും കാണാൻ കഴിയും. നമുക്ക് ഈ ക്ലബ് ഹൗസുകളിൽ തന്നെ അറിയാം. നമ്മൾ തന്നെ വ്യാഖ്യാനിക്കുന്ന വചനം എടുത്ത് ഏതൊക്കെ നിലയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്നതെന്ന് കണ്ടാൽ നമുക്ക് തന്നെ ചിരി വരും. എന്റെ കർത്താവേ, ഇങ്ങനെ ഇതിനൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ നിലയിൽ ആ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. കാരണം എന്താ പറയുന്നത്, ഒരേ സെന്റൻസ് തന്നെ ഒരിടത്ത് വെച്ച് നിർത്തി പറഞ്ഞ് ഒരു അർത്ഥവിരാമമിട്ട് ഒരു വിരാമമിട്ടൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം മാറിപ്പോകുക എന്ന് പറയുന്നത് പോലെ പല നിലകളിൽ അതിനെ വ്യാഖ്യാനിക്കുക. അപ്പം ബേസിക്കലി ഈ ദൈവത്തിന്റെ വചനത്തിന്റെ അർത്ഥം എന്താണ്, അതിന്റെ പ്രായോഗിക തലം എന്റെ ജീവിതത്തോട് ഏത് നിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടെ മനസ്സിലാക്കേണ്ടത് വളരെ അർത്ഥവത്താണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ തന്നെ കർത്താവിന് ഉണ്ടായ പരീക്ഷയിൽ തന്നെ നമുക്കറിയാം, വചനം വെച്ച് കർത്താവിനോട് സംസാരിക്കുക. ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു വചനം ഒരു മീതെ ഹെഡിങ് ആയിട്ട് ഇട്ടിട്ട് അതിന്റെ താഴെ ഇരുന്ന് എന്ത് വേണേലും ചെയ്യാന്നുള്ളൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നേക്കുന്നത്. കാരണം ഈ വചനം എഴുതുന്നെന്നോ വായിക്കുന്നെന്നോ പറയുന്നെന്നോ അല്ലാതെ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്കറിയാമല്ലോ, ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഈ വാക്യം എന്താണെന്നുള്ള അർത്ഥത്തിലേക്ക് പലരും വരാൻ ശ്രമിക്കുന്നില്ല. ഈ മറ്റുള്ള ചില ആശയക്കാരോട് നമുക്ക് സംസാരിക്കുമ്പോഴും കാണാം. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം ഇന്നലെ ഞാൻ സ്റ്റുഡൻസിന്റെ ഇടയിൽ 10-25-30 വർഷം മുന്നേ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്റെ റൂമിലേക്ക് പെട്ടെന്ന് എന്റെ ഒരു കൂട്ടുകാരന്റെ കൂടെ ഓടി വന്നു. അപ്പൊ എന്റെ കൂട്ടുകാരനെ അദ്ദേഹം ഏകദേശം പറഞ്ഞ് തോപ്പിച്ചു വെച്ചേക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ആ വിട്ടിയായ ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന അവന്റെ ഭാഗമാ, ദൈവമല്ലാതെ ആരും നല്ലവനില്ലല്ലോ എന്ന്. അപ്പൊ ദൈവം അല്ല നല്ലവൻ,
ദൈവമാണ് നല്ലവൻ, യേശു നല്ലവനല്ലെന്നല്ലേ പറയുന്നത്. അപ്പം ആ നിലയിൽ അവൻ സംസാരിച്ചു. അപ്പൊ ദൈവം വേറെ, യേശു അതിനേക്കാൾ താണ നിലയിലാണ് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്തെ, നിങ്ങൾ അതിനെ മീതയിലും താഴത്തും ഒന്ന് വായിക്കാൻ പറഞ്ഞു, എന്നിട്ട് നിങ്ങൾ അർത്ഥം പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, യേശു അപ്പൊ മോശമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് പറയത്തില്ല, അങ്ങനെ പറയത്തില്ല. യേശു മോശം എന്നൊന്നും പറയത്തില്ല, ദൈവം മാത്രമേ നല്ലവനെ ഞാൻ പറയുന്നുള്ളെന്ന് പറയുക. അവസാനം ആ മീതയിലും താഴത്തും വായിക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അതിന് ശ്രമിക്കാതെ എന്റെ റൂം വിട്ട് അവൻ ഇറങ്ങിപ്പോയി പെട്ടെന്ന്. കാരണം ഒരു നിമിഷ നേരത്തേക്ക് നമ്മുടെ കണ്ണ് പൊത്തിയിട്ട് മറ്റൊന്നും കാണാൻ കഴിയാത്ത നിലയിൽ നമ്മളെ കൊണ്ടുവന്നിട്ട് ഈ തെറ്റായ അർത്ഥം മാത്രം അതിൽ നിന്ന് വളരെ ശക്തമായിട്ട് നമ്മുടെ കണ്ണിന് മുന്നിലേക്ക്, ഹൃദയത്തിന് മുന്നിലേക്ക് ഫോർ ദ ടൈം ബീയിങ് കൊണ്ടുവരിക. അത്രയേ ഉള്ളൂ. അതാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത്. പലപ്പോഴും ഈ വചനം വെച്ച് തന്നെ തെറ്റിപ്പോയിട്ടുള്ള ഒത്തിരി പേരെ കാണാനായിട്ട് കഴിയും. കാരണം വചനം സൂപ്പർഫിഷ്യലായിട്ട് അറിയാമെന്നല്ലാതെ വചനം അതിന്റെ സാഹചര്യം അനുസരിച്ചും ആരോട് എപ്പോൾ പറഞ്ഞു, എന്തിനു വേണ്ടി പറഞ്ഞു, അതെന്റെ ജീവിതത്തിൽ നിന്ന് പ്രായോഗികമാകുമോ എന്നുള്ള നിലയിൽ ഒരു ഹൃദയപരമായിട്ടുള്ള ഒരു വെളിപ്പാടിലേക്ക് പോകാതെ സൂപ്പർഫിഷ്യലായിട്ട് അക്ഷരമായിട്ട് മാത്രം ഈ കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനൊന്നും അതിനെ കണക്ട് ചെയ്യാനുള്ള തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അരയ്ക്ക് സത്യം കെട്ടിയും. അപ്പൊ കർത്താവിന് പരീക്ഷിച്ച സമയത്ത് നമുക്കറിയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ കർത്താവ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കിയാ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം മനുഷ്യൻ ഒരു ഫിസിക്കൽ ബീയിങ് മാത്രമല്ല, അവനൊരു ആത്മീയ ജീവിയായിട്ടാ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോഴാ അവന്റെ ആത്മാവിന് പരിഗണന ലഭിക്കാതെയും അവനൊരു ഭൗതിക ജീവി എന്നുള്ള നിലയിൽ മാത്രം ചിന്തിക്കാനും പെരുമാറാനുമായിട്ട് തുടങ്ങിയത്. പണ്ട് ഒരു അമേരിക്ക എന്നുള്ള ചില ദൈവദാസന്മാർ ഇവിടെ വന്നിട്ട് അന്ന് സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് അവർ പ്രസംഗിക്കുമ്പം അവർ എല്ലാരെ കൊണ്ടും ഏറ്റു പറയിപ്പിച്ചു, ഐ ആം എ സ്പിരിറ്റ്, ഐ ഹാവ് എ മൈൻഡ് ആൻഡ് ഐ ലീവ് ഇൻ എ ബോഡി. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ ആം എ ബോഡി, ഐ ഹാവ് എ മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാണ്. അവര് പറഞ്ഞത് ദൈവത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഐ ആം എ സ്പിരിറ്റ്. In God's presence, I am a spirit, and I have a mind, and I live in a body എന്ന് പറയിപ്പിച്ചത് ഞാനിപ്പോ ഓർക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു പരിഗണനയിലല്ല നമ്മൾ കാര്യങ്ങളെ കാണുന്നത്. ഇങ്ങനെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒത്തിരി വ്യത്യാസം വരും എന്നുള്ളൊരു കാര്യം സംശയം. ആരൊക്കെ സത്യം കെട്ടിയും നീതി എന്ന കവചം നമുക്കറിയാമല്ലോ. ഈ ദൈവനീതിയാണ് നമ്മുടെ എല്ലാ ആത്മീയ പോരാട്ടത്തിന്റെയും അടിസ്ഥാനം. എന്ന് മാത്രമല്ല, നമുക്ക് പോരാട്ടം വരുന്നതും ഈ നീതിയെ സംബന്ധിച്ച് തന്നെയാണ്. ഇന്നലെ അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. നീ വിശുദ്ധനല്ല, നീ ശ്രേഷ്ഠനല്ല, അല്ലെങ്കിൽ നീ ശരിയല്ല, ഇന്ന് രാവിലെ നീ വീട്ടിൽ വഴക്കിട്ട് വെച്ചല്ലേ വന്നേക്കുന്നേ, അല്ലെങ്കിൽ ഇന്നലെ നീ ചെയ്തത് എന്തുവാ, ഈ നിലയിലൊക്കെ ഉള്ള സംഗതി ഇന്നലെ ബിജോ ബ്രദർ അത് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ദൈവനീതി നമ്മുടെ വചനത്തിൽ തന്നെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് ഇംഗ്ലീഷ് വായിക്കുന്നത് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് എന്നാ ചില ട്രാൻസ്ലേഷൻസ് വായിക്കുന്നത്. ഗ്രീക്ക് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ആൽഫ ബീറ്റ ഗാമയൊക്കെ ഫിസിക്സിലും എഞ്ചിനീയറിംഗിലും ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലാതെ എനിക്ക് കൂടുതൽ അറിയാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതും ദൈവദാസന്മാരുടെ കറക്ഷനും വിചിന്തനത്തിനും ഞാൻ വിധേയമാക്കാൻ വേണ്ടി ഞാനത് ഏൽപ്പിക്കുക. അപ്പൊ നോക്കിയാട്ടെ, പറഞ്ഞോണ്ട് വരുന്നത് ഈ നീതി എന്ന കവചം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ കവചം വിട്ടുപോയ, കാരണം കവചമാണ് നെഞ്ചൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഈ കവചമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എത്ര അനുസരിക്കുന്നവനാണെങ്കിലും, എത്ര ശ്രേഷ്ഠതയുള്ളവനാണെങ്കിലും, എത്ര ആത്മനിറവുള്ളവനാണെങ്കിലും ആത്മീയ യുദ്ധത്തിൽ ഞാൻ നിൽക്കാനായിട്ട് എന്റെ നീതി കൊണ്ട് എനിക്ക് പറ്റത്തില്ല. ദൈവത്തിന്റെ നീതിയാൽ മാത്രമേ എനിക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് ഞാൻ ആ നിലയിൽ അതിനെ മനസ്സിലാക്കുന്നത്. അതിനുശേഷം സമാധാന സുവിശേഷത്തിന് ഒരുക്കം എന്നുള്ളത് അവിടെ പറഞ്ഞേക്കുന്നത് കവചവും സമാധാനം ഇത് ചെരുപ്പാക്കിയും എന്ന് വെച്ചാൽ സുവിശേഷം പറയണം എന്നൊന്നും അതുമല്ല, റെഡിനെസ് ടു പ്രീച്ച് ദ ഗോസ്പൽ, ദ ഈഗർനെസ് ടു പ്രീച്ച് ദ ഗോസ്പൽ, അതിനുള്ള ഒരുക്കം. വചനത്തിൽ വായിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് വചനത്തിൽ ഇതുപോലുള്ള ഒരു കമാൻഡ്മെന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, ഞാൻ ദൈവത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും ദൂതന്മാരെയും എല്ലാരെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിച്ച് കൽപ്പിക്കുന്നത് എങ്ങനെയാണ് വാക്യം നമ്മൾക്കറിയാമല്ലോ. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാനുള്ള ആ ഒരുക്കം ഒരു ആയുധമാണ്.
നമ്മൾ ഡിഫൻസിൽ പോകുമല്ല. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ആരെങ്കിലും നമ്മളെ വിമർശിക്കുന്നതോ നമ്മളോട് ഇങ്ങോട്ട് കയറി ഇടപെട്ട എനിക്ക് ഉത്തരവില്ലെന്നോ വെച്ച് ഒളിച്ചു പോകുകയല്ല ചെയ്യുന്നത്. ആരോടും എവിടെ വെച്ച് എപ്പോഴും വചനം പ്രസംഗിക്കാനുള്ള ആ ഒരുക്കം, അത് നമുക്കൊരു ഒരു പോസിറ്റീവ് വെപ്പണായിട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരുക്കത്തിൽ നിൽക്കുന്ന ഒരുത്തൻ അങ്ങോട്ട് പറയുക ചെയ്യുന്നത്. എനിക്ക് ബ്രദറെ എന്തെങ്കിലും 2 വാക്ക് പറ, എനിക്കൊന്നും പറയാനില്ല, ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു നിലയിലൊന്നും അല്ല ദൈവം നമ്മളെ വെച്ചേക്കുന്നത്. ഞാൻ എപ്പോഴും പ്രിപ്പയർഡാ. രാത്രി വിളിച്ചാലും ഏത് സമയത്താണെങ്കിലും എനിക്ക് പറയാനുള്ള വചനം എന്റെ നാവിന്മേലുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്. എന്റെ ഹൃദയത്തിൽ ഐശ്വര്യമായിട്ട് ദൈവത്തിന്റെ വചനം എന്നിൽ വസിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ദൈവവചനം, സുവിശേഷം എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം, അല്ലെങ്കിൽ കർത്താവിന്റെ നീതിയെ ഉയർത്തുന്ന ആ സുവിശേഷം ഉയർത്താനും പറയാനുമായിട്ടുള്ള ഒരുക്കം എന്ന് പറയുന്നത്, അതൊന്ന് ആലോചിച്ചോളൂ. നമ്മളൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ലാതെ സ്തബ്ധനായിട്ട് പോകുന്നതല്ല. ഹൃദയം നിറച്ച് പറയാനുണ്ടായിട്ട് പറയാനിങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരു അനുഭവം ഒന്ന് ആലോചിച്ച്. ഈ ആത്മീയ പോരാട്ടത്തിൽ ഇതൊരു വലിയൊരു പ്രത്യേകതയാണ്. ഐ ഹാവ് സംതിങ് ടു സേ. I have my Lord Jesus in my heart so that I can uplift him. I can glorify him. അതിനുള്ള അവസരം നോക്കിയിരിക്കുക, അതിനുള്ള ചാൻസ്, 1 സെക്കൻഡ് ആണെങ്കിൽ 1 സെക്കൻഡ് അത് നോക്കിയിരിക്കുക, അതിനുള്ള റെഡിനെസ്, അതിനുള്ള ഒരുക്കം, അത് കാലിന് ചെരുപ്പാക്കി എന്ന് പറയുക. പ്രസംഗിക്കുന്ന കാര്യമല്ല പറയുന്നത്, പ്രസംഗിക്കാനുള്ള ഒരുക്കം എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അത് ഒറിജിനൽ ഇതിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അടുത്ത വാക്ക് വളരെ ഇമ്പോർട്ടന്റ്. എല്ലാറ്റിനും മീതെ, ഈ പറയപ്പെട്ട എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക. എന്തൊരു ശ്രേഷ്ഠ വചനമാ. ഓവർ ദ ഇയേഴ്സ് 40 വർഷം ഞാൻ ഇതിൽ സന്തോഷിച്ചിട്ടുള്ള ഒരു വചനമാ. കാരണം പിശാചിന്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് അമ്പായിരുന്നെങ്കിലും സഹിക്കായിരുന്നു. ഇത് അമ്പുമല്ല, തീയമ്പ. നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് ഈ എവിടെ ഈ സമുദ്രത്തിലൊക്കെ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ട്. കാരണം വലിയൊരു കപ്പൽ കത്തിക്കാനായിട്ട് ഒരു അമ്പേൽ ഇച്ചിരി തുണിയും ചുറ്റി ഇച്ചിരി എണ്ണയും മുക്കി തീയും കത്തിച്ചങ്ങ് വിട്ടേക്കുക. ഈ അമ്പ് പോയി വീഴുന്നിടത്ത്, അമ്പ് സാധാരണ അമ്പാണെങ്കിൽ അവിടെ നിന്ന് മുറിഞ്ഞു, അല്ലെങ്കിൽ അതൊന്നും ഇതായി എന്നേ ഉള്ളൂ. ഈ തീയമ്പ് പോയി വീണ സ്ഥലം മുഴുവൻ നശിപ്പിക്കപ്പെടുക, അത് മുഴുവൻ കത്തി അമരുക എന്ന് പറയുന്നത് പോലെ സംശയത്തിന്റെ തീയമ്പുകൾ ശത്രു നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി വിടുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കുടുംബ ജീവിതമാകട്ടെ, നമ്മുടെ ആത്മീയ ജീവിതമാകട്ടെ, സഭാ ജീവിതമാകട്ടെ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് ഈ പകൽക്കാലം ഒന്ന് ചിന്തിച്ചാൽ നമ്മളെ കൂടുതലും പ്രശ്നത്തിലാക്കുന്നത് ഇതുപോലുള്ള തീയമ്പുകളാണ്. എന്നോട് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, പുള്ളി ഇടത്തോട്ടെന്നും പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് പുള്ളി പോയത് വലത്തോട്ടാണ്. അപ്പൊ നമുക്കറിയാം, ഈ സംശയിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സംശയിക്കാമെന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഏതൊക്കെ നിലയിൽ സംശയിക്കാമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ഈ സംശയത്തിന്റെ തീയമ്പുകൾ എങ്ങനെ എയ്ത് വിടുക. അപ്പോൾ മത്താനോ പാസ് ഇന്നലെ പറഞ്ഞ പോലെ ചെറിയ പരിചയമുണ്ട്, വലിയ പരിചയമുണ്ട്. അതെനിക്കൊരു പുതിയൊരു അറിവാണ്. ഞാനിവിടെ വായിച്ചു കേട്ടിട്ടുള്ളത്, ഈ പരിചയിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ പരിചയം. ഇത് മെറ്റാലിക് അല്ല, മെറ്റലിന്റെ പുറത്തൊരു തുകല് കൊണ്ടുള്ള ഒരു ആവരണം കൂടെ വെച്ചിട്ട് ഇതിൽ വെള്ളം നനച്ചു വെച്ചേക്കും. ഇതിൽ വെള്ളമോ അതുപോലെ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന നിലയിലുള്ള സാധനം ഈ പരിചയുടെ പുറത്തുണ്ട്. അപ്പൊ ഈ തീയമ്പുകൾ ഇങ്ങോട്ട് വരുമ്പം ഈ വിശ്വാസത്തിന്റെ പരിചയം എടുത്ത് അതിനെ മറയ്ക്കുക. തെറ്റായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും വചനത്തിലുള്ള, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പറയരുതെന്നുള്ള പുതിയ ഉപദേശമല്ല ഞാൻ പറയുന്നത്, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഈ 613 കൽപ്പനകളും നമ്മൾ പറയുന്നതിന്റെ ഉള്ളിൽ നെഗറ്റീവാ കൂടുതൽ. ചെയ്യരുത് ചെയ്താൽ നിനക്ക് ഇങ്ങനെ പറ്റും എന്നുള്ളതാ കൂടുതൽ. അപ്പൊ ആ ഒരു നിലയിൽ ദൈവവചനത്തിൽ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട്. അത് പോസിറ്റീവ് പവറിന്റെ ഒരു ഇതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ വചനം, വിശ്വാസം പലപ്പോഴും പോസിറ്റീവാ, അത് ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ചിട്ട് നീ അങ്ങനെ ചെയ്യരുത്, അല്ലെ ഭയനിർദ്ദേശങ്ങൾ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോസിറ്റീവ് പവർ ഓഫ് തിങ്കിങ്ങിനൊന്നും ഞാൻ അതിനെ എന്ത് ചെയ്യുന്നില്ല, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ഇതായിട്ട് ഞാൻ കാണുന്നില്ല. അതേസമയം തന്നെ ചില സാമ്യതകൾ അതിനോടുണ്ടെന്നുള്ളതൊരു സത്യമാണ് എന്ന് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നോക്കിയാട്ടെ, എല്ലാ തീയമ്പുകൾ, സംശയത്തിന്റെ തീയമ്പുകൾ, പിശാചിന്റെ ഏറ്റവും പ്രബലമായിട്ടുള്ള ആയുധം, ഇതിന്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട്. എന്താ ഈ വിശ്വാസത്തിന്റെ പരിചയം? അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ ഇത്രയും പറയാം. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, അവൻ എനിക്ക് തിന്മയായിട്ടൊന്നും ചെയ്യത്തില്ല, എന്റെ എല്ലാ സാഹചര്യങ്ങളും എന്റെ ദൈവം കൺട്രോൾ ചെയ്യുന്നു,
അവൻ അനുവദിക്കാതെ എനിക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് ദൈവത്തിന്റെ നന്മയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ ശ്രേഷ്ഠതയിലും ദൈവത്തിന്റെ ആ ഇറ്റേണൽ ആയിട്ടുള്ള ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ പദ്ധതിയിലുമുള്ള വിശ്വാസമാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. തുടർന്ന് നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ കയറി സംശയം ഇതാക്കിയിട്ട് നമുക്കറിയാമല്ലോ, നമ്മുടെ ഭാര്യയോ മക്കളോ ഒക്കെ എത്ര പ്രിയപ്പെട്ടവരാ. എന്നാ പിശാച് അമ്പ ചെയ്യുന്നത് എങ്ങോട്ടാ? ഈ സ്ഥലത്തോട്ടാ അമ്പ ചെയ്യുന്നത്. ഈ പറയുന്ന സ്ഥലത്തോട്ടാ ഈ പിശാച് അമ്പ ചെയ്ത് കുടുംബജീവിതങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നത്. മനസ്സിലൊരു സംശയത്തിന്റെ തീപ്പരി വന്ന് വീണാ മതി, കുടുംബത്തിന്റെ അന്തരീക്ഷം തന്നെ മാറി, അവസ്ഥകൾ മാറി, പണിസ്ഥലത്തുള്ള കാര്യങ്ങൾ മാറി, എല്ലാം മാറി മറിയുക. എന്നാൽ ആർക്കും അറിയത്തില്ല, ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയം കയറിയിരിക്കുക. ഇവന്റെ തീയമ്പ് അവിടെ ഇരിക്കുക, മെല്ലെ തീ കത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് തീ കത്തി തീർന്നിട്ടില്ല. നോക്കിക്ക് എത്ര വിദഗ്ധമായ നിലയിലാ പിശാച് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സംശയങ്ങളെ കടത്തി വിടുന്നതെന്നും ഈ സംശയങ്ങളെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിന്റെ കർത്തൃത്വത്തിലും ദൈവത്തിന്റെ സോവർണിറ്റിയിലും ദൈവത്തിന്റെ നന്മയിലും സ്നേഹത്തിലുള്ള വിശ്വാസവും നമ്മുടെ സഹോദരങ്ങളെ നമ്മളെ വചനത്തിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന, പരസ്പരം സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൽ, അല്ലെങ്കിൽ ഈ നിലയിൽ ദൈവത്തിന്റെ ആ കൃപയിലുള്ള ദൈവസന്നിധിയിലുള്ള വിശ്വാസത്തിൽ നമുക്കറിയാം കർത്താവും അത് തന്നെ എടുത്ത് ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഹവ്വയുടെ അടുത്ത് ഇറക്കിയത് തന്നെയാണ്. എന്നാൽ അവർക്ക് ആ വിശ്വാസത്തിന്റെ പരിചയം എടുക്കാൻ പറ്റിയില്ല. എന്റെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല, എന്റെ ദൈവം എന്നോട് അങ്ങനെ ചെയ്യത്തില്ല, തിന്നുന്ന നാളിൽ അവനെ പോലെ ആകും എന്നുള്ളതല്ല, എന്റെ ദൈവത്തിന് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി അതിനേക്കാളും വലുതാണെന്ന് പറയാനായിട്ട് കഴിഞ്ഞില്ല. നോക്കിയാട്ടെ, സകല തീയമ്പുകളെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടുവന്നില്ല. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളും. ഞാൻ എപ്പോഴും രക്ഷയെക്കുറിച്ച് ആലോചിക്കുമ്പം കാരണം ദൈവത്തിന്റെ പേര് തന്നെ രക്ഷകൻ എന്നാണ്. ദൈവത്തിന്റെ സ്വഭാവം, ദ വേ ഓഫ് ഗോഡ്സ് വർക്കിംഗ് ഈസ് സാൽവേഷൻ. അല്ലെങ്കിൽ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദൈവദാസൻ ഇങ്ങനെ പണ്ടത് പറഞ്ഞിട്ടുണ്ട്, രക്ഷകന്റെ പ്രവൃത്തിയാ രക്ഷ, രക്ഷകന്റെ പ്രവൃത്തിയാണ് രക്ഷ എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അതിക്രമമോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് അവനിൽ ഉണ്ട്, ഉണ്ടായിരുന്നെന്നോ ഉണ്ടാകുന്നോ അല്ല പറഞ്ഞേക്കുന്നത്, പ്രസന്റ് ടെൻസില് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു നിലയില് അത് ഇന്ന് നടക്കുന്നതായിട്ടാ. ഇന്നലെ അതുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകലപാപം ശുദ്ധീകരിക്കുന്നു. അവന്റെ അടുത്ത് വിമോചനം, രക്ഷ, അത് എത്ര വേണമെങ്കിലും ഉണ്ട്. രക്ഷയുടെ ദൈവം അവൻ. അപ്പം നമ്മുടെ ആ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും രക്ഷ എന്ന ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ ദൈവവും ഉപയോഗിക്കുന്നത് അവിടെ കാണുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ഒരു രീതിയിൽ, ദൈവത്തിന്റെ വേ ഓഫ് വർക്കിങ്ങും ഈ രക്ഷയാണ്. നമുക്കറിയാം, നമുക്ക് ലിമിറ്റഡ് ആയിട്ട് മനസ്സിലായതിനുള്ള ബന്ധത്തിൽ നമ്മൾ തന്നെ പറയാറുണ്ട്, രക്ഷിക്കപ്പെട്ടു, ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും എന്ന് മാത്രമല്ല, ഒരു നിലയിൽ വൈഡായിട്ട് അത് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്, നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളിൽ ദൈവം പല നിലകളിൽ ദൈവം നമ്മളോട് ഡേറ്റ് ചെയ്യുന്നൊക്കെ ഈ രക്ഷയിലൂടെ. അതൊക്കെ രക്ഷയാ. ആത്മരക്ഷ എന്നുള്ള കാര്യം ആരല്ല എപ്പോഴും പറയുന്നത്, എന്നാൽ ആത്മാവിനുള്ള ബന്ധത്തിൽ തന്നെയുള്ള രക്ഷയായി പറഞ്ഞേക്കുന്നത്. അപ്പം ഈ രക്ഷ എന്ന ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, സകല രക്ഷ എന്ന ശിരസ്ത്രവും, അപ്പം അത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കൽ നടന്ന കാര്യമായിട്ടോ ഒരിക്കൽ നടക്കാൻ പോകുന്ന കാര്യമായിട്ടോ അല്ല പറഞ്ഞേക്കുന്നത്. ദ പ്രസന്റ്, ഈ എല്ലാ കൊളോസ് ലേഖനം, എഫേസ് ലേഖനം രണ്ടിലും ഈ വാക്യമുണ്ട്. നമുക്ക് അതിക്രമമോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് അവനിലുണ്ട്, അവന്റെ രക്ഷ. അതെപ്പോഴും നമുക്ക് സ്വായത്തമായിട്ട് യേശുക്രിസ്തുവിൽ നമുക്ക് ആ രക്ഷ ഉണ്ട്. വി ആർ വാക്കിംഗ് ഇൻ ഹിസ് സാൽവേഷൻ. അവന്റെ രക്ഷയിലാണ് നമ്മൾ നടക്കുന്നതും ജീവിക്കുന്നതും. എത്ര മനോഹരമായിരിക്കുന്നു രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളി. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ കേട്ടിട്ടുണ്ട്. സമയം മുന്നോട്ട് പോയി, ഞാൻ ആവശ്യത്തിൽ കൂടുതൽ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു, അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ